ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ജെയ്ത്തുൻ്റെ പുതിയൊരു കുഞ്ഞു വീഡിയോ കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആകെ ഇത് 5 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്കും, ജസ്റ്റ് എന്തെങ്കിലും ഒരു കമൻറ്റും, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇട്ടതിന് ശേഷം വീഡിയോ ഉണ്ട് കേട്ടോ. കുറച്ച് ഓർഡേഴ്സിനെ കുറിച്ച് പറയുന്ന വീഡിയോ ആണ്, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഇറാനിപ്പോൾ ഉണ്ടല്ലോ, വെറും 2 മുട്ടക്ക് ഉണ്ടാക്കുന്നതാണ്. അത്യാവശ്യം കാണാൻ തന്നെ നല്ല ഹൈറ്റും വെയിറ്റും ബർക്കത്തിലും തോന്നിപ്പിക്കുന്ന ഒരു നല്ല രീതിയിലുള്ള പോളയെന്ന് കേട്ടോ. സാധാരണ ഞാൻ ഇറാനിപ്പോൾ ചെയ്തെടുക്കൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ലാന്ന് നിങ്ങൾ കാണുന്നവർക്ക് അറിയായിരിക്കും. എന്നാൽ ഇന്നത്തെ കസ്റ്റമർ ബീഫിൻ്റെ ഇറാനിപ്പോള വേണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ചിക്കൻ റോളും മുന്നക്കായും സ്ഥിരമായിട്ട് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വേണ്ടതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഫില്ലിങ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഉണ്ടാക്കിയത് ബീഫിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് അടിപൊളി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഫസ്റ്റ് ടൈമിൽ ശരിയായിന്, പിന്നെ ശരിയാവുന്നില്ല, എന്താ ചെയ്യുക, എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടും വിളിച്ചിട്ടുണ്ടായിന്. അവരോട് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല, നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് അഥവാ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതുപോലെ ഷീറ്റ് പറിച്ചെടുക്കാൻ കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഓരോ ലെയറിലും കുറച്ച് മൈദപ്പൊടി കൂടി വെതറി കൊടുക്കണം. അത് ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്യുന്നതാണ്. പിന്നെ അത് എന്താ പറയുക, അതിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് അത് ചെയ്ത് ശീലമായതുകൊണ്ടായിരിക്കണം, തോന്നിയതുകൊണ്ട് ഞാനത് വിട്ടതാണ്. അപ്പോൾ നിങ്ങൾക്കത് പറിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓയിലിൻ്റെ കൂടെ ജസ്റ്റ് മൈദപ്പൊടിയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഇതിനേക്കാൾ ഈസി ആയിട്ട് അത് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ വലിയ ഓർഡറിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഫ്രൈ ചെയ്യുന്ന ഓർഡർ ഞാൻ ഇനി മുതൽ എടുക്കുന്നില്ല എന്ന് ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന കുറച്ച് ഫ്രൈ ചെയ്ത ഐറ്റംസ് എന്ന് പറഞ്ഞത്, അതായത് നോ പറയാൻ പറ്റാത്ത ഒരാളായിപ്പോയി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്ന ഓർഡറാണ്. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് തന്നെ വേണം ജസ്റ്റ് ചായക്ക് കഴിക്കാനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓളോട് നോ പറയാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് മാത്രം കുറച്ച് ഫ്രൈ ചെയ്തതാണ് കേട്ടോ. ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞതാണ്, എല്ലാ പണിൻ്റെ ഇടയിൽ ഈ ഫ്രോസൺ കടികൾ തന്നെ കുറച്ച് വലിയ വലിയ ഓർഡർ എടുക്കുമ്പോൾ ഈ ഫ്രൈ ചെയ്തിട്ട് കുറച്ച് കൊടുക്കൽ വലിയ പണിയാണ്. പിന്നെ ഇതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പാക്കറ്റിലാക്കിയിട്ട് റബ്ബർ ഇട്ടിട്ട് ജസ്റ്റ് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ഇറാനിപ്പോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇറാനിപ്പോള ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം, എത്ര മുട്ടക്ക ഉണ്ടായാലും എത്ര റേറ്റിനാണ് കൊടുക്കൽ. അപ്പോൾ അതിൻ്റെ എല്ലാം റീപ്ലൈ ഞാൻ എപ്പം കൊടുക്കലുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ച് കരുതിയിരുന്നൊരു ദിവസമായിരുന്നു ശരിക്കും. ഫില്ലിങ് എന്തായാലും നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ, ബീഫിൻ്റെ ആയാലും ചിക്കൻ്റെതായാലും അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇന്ന് എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ശരിക്കും. അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞെന്നാലും നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യും അതിലെന്തൊക്കെ ചേർത്ത് അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ നോക്കിയിട്ട് സെയിം മെത്തേഡിൽ ഉണ്ടാക്കാമല്ലോ. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഈ ഫോണിൽ ഓർഡർ എടുക്കലും, ഫോണിൽ ആരെങ്കിലും റേറ്റ് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കലും, പാക്ക് ചെയ്യലും, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ലേ. അപ്പോൾ അത് എടുക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് ഇറാനിപ്പോളിൻ്റെ ഓർഡർ വന്നാൽ എന്തായാലും ചെയ്യാട്ടോ. ഇപ്രാവശ്യത്തേക്കും കൂടി ഒന്ന് സോറി. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കലും പാക്കിങ്ങും മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എൻ്റെ എല്ലാ പണികളും കഴിയുമ്പോഴേക്ക് രാത്രിയായി. ഇതാണ് മെയിനായിട്ടുള്ള ടാസ്ക്. പിന്നെ രണ്ടുപേരും ഇങ്ങനെ ഇടതുഭാഗവും വലതുഭാഗവും ചേർന്ന് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ഒരാൾ ഇതാ പാൽപ്പൊടി പഞ്ചസാരക്കൊക്കെ ചോദിക്കുന്നുണ്ട്, ഒരാൾ ഇവിടെ സോഫയിൽ ഇരുന്നിട്ട് കഞ്ഞി ഇങ്ങനെ കൊളാക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ഇരുന്നാൽ വെറുതെ എടുക്കുന്നിട്ട് കരയുന്നതുകൊണ്ടാണ് കുറച്ച് കഞ്ഞി കൊടുത്തിന്. അത് ഡബിൾ പണിയാവും എന്നറിയാം. പിന്നെ ഇവക്കാണെങ്കിൽ വേറെ എവിടെ സ്ഥലം ഉണ്ടായാലും ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ തൊട്ടടുത്ത് മാത്രമേ ഇരിക്കൂ. അപ്പോൾ ഇങ്ങനെല്ലാം ഇരുത്തിയിട്ടില്ലെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും ഭയങ്കര കരച്ചിലായി, വാശിയായി. അപ്പോൾ പിന്നെ എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നതാട്ടാ. ഒന്നാമത് സേറമോൾ എന്ന് പറയുന്ന ഒരു 2-2.5 വയസ്സാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഓക്കൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായമല്ലേ. ഇന്നലെ തന്നെ ജസ്റ്റ് മറ്റേ സ്റ്റാപ്ലറിൻ്റെ പിന്ന് കാലിനൊന്ന് കൊണ്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ബ്ലഡ് പൊടിഞ്ഞിട്ടുണ്ടായിന്. അതിന് കരഞ്ഞിട്ട് കുറേ ടൈം അങ്ങനെ പോയി. പിന്നെ ഈ റബ്ബർ ബാൻഡ് കിട്ടിയാൽ പെട്ടെന്ന് വായിലിട്ടിട്ട് കഴിക്കും. അങ്ങനത്തെ കുറച്ച് ഹാബിറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നിൽക്കണമല്ലോ. ഓളെ പിന്നാലെ തന്നെ ഒരാൾ നടക്കേണ്ടതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റാത്തത്. ഞാൻ ശരിക്കും ഇന്ന് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു ദിവസമായിരുന്നു. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ ഉൾപ്പെടുത്താട്ടെ ഇറാനിപ്പോളിൻ്റെ റെസിപ്പി. പിന്നെയെന്ന് വെച്ചാൽ ഓള് മാത്രമല്ല, എൻ്റെ മൂത്ത മോളുണ്ടല്ലോ, അവൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവൾ അത്യാവശ്യം എല്ലാ ഹെൽപ്പൊക്കെ ചെയ്യുന്നത് നല്ല മോളാണ്, 10 വയസ്സായ മോളാണ്. ഓളൊരു പണിയും ഇല്ലാത്തതുകൊണ്ട് സ്റ്റാപ്ലറിൻ്റെ പിന്നെടുത്തിട്ട് കൈ കടിച്ചിട്ടുണ്ടായിന്. അതെന്താ പറ്റിയത് എനിക്ക് പോലും അറിയില്ല. ഭയങ്കര കരച്ചിലിട്ടിട്ട് ഞാൻ പോയി നോക്കിയതാണ്. അപ്പോൾ നമ്മളെ വിരലിന് ശരിക്കും നമ്മൾ നോട്ടിനും ബുക്കിനൊക്കെ അടിക്കൂലേ, സ്റ്റാപ്ലർ ചെയ്യൂലേ, അതുപോലെ നമ്മളെ വിരലിന് ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പറയാണ്ട് അടിച്ചതാന്ന്, ഞാൻ വെറുതെ നോക്കിയതാന്ന്. അപ്പോൾ ഇങ്ങനെ അടിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞത്. പിന്നെ എല്ലാ പണികളും അവിടെ ഇട്ടിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി TT ഒക്കെ അടിച്ച് അവിടെ ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്തിട്ടാലും വരേണ്ട വന്ന്. അങ്ങനത്തെ പല പണികളും ഇതിൻ്റെ സൈഡിൽ എനിക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് എടുക്കൽ കുറച്ച് ലാഗ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളാരും കാണാണ്ടൊന്നും നിന്നേക്കല്ല.
ഞാനിങ്ങനെ 1 by 1 ആയിട്ട് എങ്ങനെയെങ്കിലും ആയിട്ട് ഇതൊക്കെ ശരിയാക്കി എടുക്കൂട്ടാ. പിന്നെ നിങ്ങളും കൂടി ഒന്ന് കൂടെ ഉണ്ടായാൽ മതി. കസ്റ്റമേഴ്സ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും വ്യൂവേഴ്സ് ആയാലും നിങ്ങളെല്ലാം നല്ല കട്ടായിട്ട് നിന്ന് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കമൻസും ലൈക്കെല്ലാം തന്ന് നല്ല വ്യൂവെല്ലാം കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു പ്രചോദനം. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ബാക്ക് സപ്പോർട്ടോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമല്ല എന്തൊരു കാര്യമായാലും വീണ്ടും വീണ്ടും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരും. അതുകൊണ്ട് തന്നെ ലൈക്കും കമൻറ്റും ഒന്നും ആരും പിശുക്ക് കാണിക്കണ്ട. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഒന്ന് കണ്ട് തീരുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമെങ്കിൽ കുഞ്ഞു കാര്യം കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാ.